നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നക്ഷത്രക്കാർക്ക് കർമ്മഗുണം വന്നു ചേരുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്കും അവരുടെ അധ്വാനത്തിന് ഫലസിദ്ധിയും വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടവും ഇതോടൊപ്പം തന്നെ വന്നു ചേരും. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിൽ തടസ്സങ്ങൾ, കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, ഇതൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഈശ്വരൻ കടാക്ഷിക്കുന്നു. ശനിയുടെ വലിയ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതോടുകൂടി കർമ്മ ദുരിതങ്ങൾ മാറുകയും ഇവർക്ക് എല്ലാവിധത്തിലുള്ള ഈശ്വരീയമായ ഗുണങ്ങൾ വർദ്ധിച്ചു കാണുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട്, ആരോഗ്യപരമായിട്ട്, മാനസികപരമായിട്ടൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തൊഴിൽ ഇല്ലാത്ത ആളുകൾക്ക്, ഇതുവരെ തൊഴിലിനു വേണ്ടി ഒരുപാട് നാളുകളായി അലഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാതെ വന്ന ഒരു മാനസിക ദുഃഖം എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴുള്ള സമയം കൊണ്ട് മാറുകയും ഇവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കുകയും അതിൽ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് വലിയ പുരോഗതി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ കാണാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകൾ, അപകട സാധ്യതകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ആ മാറ്റങ്ങൾ വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്നു. ഇവർക്ക് ശരീരസുഖം, ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുകയും അത് അവരുടെ ജീവിതത്തിൽ മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പറയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നേട്ടങ്ങളും സാമ്പത്തിക ഗുണങ്ങളും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറി നിൽക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ, തൊഴിൽ ഇടത്തിൽ സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, എന്ത് നല്ല കാര്യം ചെയ്താലും അതൊക്കെ ദോഷമായി ഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറും. ഇവർക്ക് നല്ല തൊഴിൽ ലഭിക്കും. മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ വന്നു ചേർത്തുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ വരെ ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാനും ഇവർക്ക് സാധിക്കും. തൊഴിൽപരമായിട്ട് അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നല്ല ഒരു അവസരം, മാർഗം, വഴി, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഉത്രാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസ നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ശനിദോഷ നിവാരണത്തിനും നവഗ്രഹ ദോഷ നിവാരണത്തിനും നവഗ്രഹ പൂജ ചെയ്യുക, ശനി പൂജ ചെയ്യുക, ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യവും മഹാഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സൗഭാഗ്യ സമ്മാനങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഇവർക്ക് കൈമുതലായി വന്നു ചേർന്ന ഐശ്വര്യലബ്ധിയിലൂടെ നേട്ടങ്ങൾ വലിയ തോതിൽ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ്
ലഭിച്ചു തുടങ്ങുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ വലിയ തോതിൽ തന്നെ അനുഭവവേദ്യമാക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. തിരുവോണം നക്ഷത്രക്കാർ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഗണപതി ഹോമം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. പ്രത്യേകിച്ചും കടബാധ്യത, സാമ്പത്തിക ദുരിതം അനുഭവപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മഹാവിജയം തന്നെയാണ് വന്നു ചേരുന്നത്. സാമ്പത്തിക മുന്നേറ്റങ്ങൾ, ഉയർച്ചകൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളിലൂടെ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ആ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളായി, ഉയർച്ചകളായി, സാമ്പത്തിക അഭിവൃദ്ധിയായി ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് എത്തിച്ചേരുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന, സാമ്പത്തിക അസ്ഥിരതകൾ ഒക്കെ മാറുന്ന, നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറും. എല്ലാവിധത്തിലുള്ള ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഇവർക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാ ഐശ്വര്യം, മഹാ നേട്ടങ്ങൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വലിയ തോതിൽ തന്നെ കാണുന്ന ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സദാ നേട്ടങ്ങളും ഉയർച്ചകളും ഇവരെ തേടിയെത്തുന്നു. ചിത്ര നക്ഷത്രക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങളും മുന്നേറ്റങ്ങളും ഇവർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല തടസ്സങ്ങളും മാറും. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേർന്ന, കൈമുതലായി വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന സമയം തന്നെയാണ്. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക വിജയത്തിലൂടെ കടന്നുവരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ചോതി നക്ഷത്രക്കാർ. ഇവർ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും കുടുംബപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുകയും കുടുംബ ഐശ്വര്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും സർവ്വവിധത്തിലുള്ള നേട്ടത്തിലേക്കുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. ചോദ്യ നക്ഷത്രക്കാർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. മികച്ച അവസരങ്ങൾ, മിന്നുന്ന വിജയം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാവിജയം, മഹാഐശ്വര്യം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഇവിടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നു. ഇവർ കുതിച്ചുയരും. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച വിജയം, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു. മഹാവിജയം, മഹാ ഐശ്വര്യം, സമൃദ്ധി ഇത്തരം അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മഹത്തരമായ നേട്ടങ്ങളും മഹാവിജയങ്ങളും ഇവരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. സർവ്വവിധത്തിലുള്ള നേട്ടങ്ങളും തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ്. മഹാവിജയം, മഹാഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ ഇവർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഉയർച്ചയിലൂടെ, സാമ്പത്തിക വിജയത്തിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാരാണ്. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ ഒക്കെ മാറുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
കാർത്തിക നക്ഷത്രക്കാർക്ക് മിന്നുന്ന വിജയം തന്നെയാണ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറും. തൊഴിൽപരമായിട്ട് ഉന്നതി വന്നു ചേർന്നു. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങളും മുന്നേറ്റങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ എത്തിച്ചേരുന്ന, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ഒട്ടേറെ ഉന്നതിയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും മികച്ച പിന്തുണയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.